ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം പറയുന്നു. ഞാൻ നിങ്ങളോട് ഒരു ഉപദേശം പോലെയാണ് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഉപദേശം സ്വീകരിക്കുന്നവൻ ജീവനെ പ്രാപിക്കും, അതിനെ നിർമ്മിക്കുന്നവൻ ഒരിക്കലും പുഷ്ടി പ്രാപിക്കില്ല. ഇന്ന് പകൽക്കാലം ഉപദേശത്തെ സ്വീകരിച്ചോ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ വെള്ളിയാഴ്ച ശുശ്രൂഷിക്കുമ്പോൾ 4-5 കാര്യം പറഞ്ഞു. പിടിച്ചു പറിക്കൽ ദൈവം നിർത്തലാക്കി, പിന്നെ യുദ്ധം ദൈവം നിർത്തലാക്കിയെന്ന് പറഞ്ഞു, ഗർവം ദൈവം നിർത്തലാക്കി, പിറുപിറുപ്പ് ദൈവം നിർത്തലാക്കി, പിന്നെ ഞരക്കം ദൈവം നിർത്തലാക്കി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അല്ല, അതിൽ പിടിച്ചു പറിക്കുന്നത് നിർത്തലാക്കിയെന്ന് വെള്ളിയാഴ്ച പ്രസംഗിപ്പാനിടയായി. ഇന്ന് ഞായറാഴ്ച യുദ്ധം ദൈവം നിർത്തലാക്കും. യുദ്ധം ദൈവം നിർത്തലാക്കും. നമ്മുടെ ജീവിതങ്ങള് ഒരു യുദ്ധമാണ്. പുറത്ത് യുദ്ധവും അകത്ത് ഭയവും നിറഞ്ഞ ഒരു ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പൗരസപുത്രൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയും. എന്നാൽ അന്യാസോദരം ചെയ്യുന്നു. സങ്കീർത്തനം 46:9 ഹല്ലേലൂയ ഒന്ന് വായിച്ചേ. എങ്ങനെയാണ് യുദ്ധം നിർത്തലാക്കുന്നത്? ആദ്യം വില്ലൊടിക്കുന്നു, 2 കുന്തങ്ങളെ മുറിക്കുന്നു, 3 രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. അപ്പൊ ഇത് 3ഉം ഒരു ദൈവ പൈതലിന് നേരെ വരുന്ന യുദ്ധങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്ന പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ആയുധങ്ങൾ. വില്ല് എന്തിനെന്ന് ചോദിച്ചാൽ, പ്രിയ ദൈവമക്കളെ, അമ്പ് എയ്യാൻ വേണ്ടിയിട്ട്, അമ്പ് ദൈവം ഓടിച്ചില്ല, ഓടിച്ചത് വില്ലാണ്. 1000 അമ്പ് ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിലും വില്ലില്ലെങ്കിൽ അമ്പ് ചെയ്യാൻ പറ്റില്ല. വില്ലാണ് അതിന്റെ പ്രധാന ആയുധം. വേദപുസ്തകത്തിൽ എത്ര അമ്പുണ്ടെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. മിനുക്കിയ അമ്പുണ്ട്, മരണാസ്ത്രമുണ്ട്, തീയമ്പുണ്ട്, സാധാ അമ്പുണ്ട്. 4 തരം അമ്പ് പറഞ്ഞിട്ടുണ്ട്. തീയമ്പ് അയക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, വില്ലൊന്നേ ഉള്ളൂ. അമ്പിന്റെ ഫ്രണ്ടില് ഒരു തുണി ചുറ്റും. തുണി ചുറ്റിയിട്ട് അതില് എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ചിട്ട് തീ കത്തിക്കും. കത്തിച്ചിട്ട് അടിക്കും. ഇത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ട് അയക്കുന്ന അമ്പല്ല. ഒരു ഭവനം, ഒരു ദേശം, ഒരു ബിസിനസ് മേഖല ഒക്കെ തകർക്കാൻ വേണ്ടി ശത്രു എയ്യുന്ന അമ്പാണ് തീയമ്പ്. ഇത് എഫേസ്യർക്കെഴുതിയ ലേഖനം 6:16 കിടക്കുന്നത്. വായിച്ചോണ്ടിരിക്കാൻ സമയമില്ല. പിന്നെ ആല്യാസുദ്രം. അടുത്ത മരണാസ്ത്രമുണ്ട്. അത് സങ്കീർത്തനം 7:13 ഈ മരണാസ്ത്രം അയക്കുന്നത് എന്ന് പറയുന്നാൽ, നമ്മുടെ രക്തത്തോട് ഒരു വിഷം വന്ന് ടച്ച് ചെയ്തിട്ട് ആ ബ്ലഡില് ഈ വിഷം കൊണ്ടാൽ ഉടനെ ആള് വീഴുന്ന എന്ത് ചെയ്യും? മരിക്കും. അതിനു വേണ്ടി അസ്ത്രത്തിന്റെ ഫ്രണ്ടിൽ, അമ്പിൽ ഒരു വിഷം പുരട്ടിയിട്ട് അയക്കും. അപ്പൊ കൊള്ളുന്ന ആളിന്റെ ശരീരത്തിലെ രക്തവും ഈ വിഷവുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ആ വ്യക്തി ആ സ്പോട്ടിൽ മരിക്കും. മിനുക്കിയ അമ്പുണ്ട്. യുദ്ധത്തിന് പോകാൻ സമയത്തിന് തുരുമ്പ് പിടിച്ചിരിക്കുന്ന അമ്പ് എടുത്തെന്ത് ചെയ്യാണ്? രാഗി അതിനെ എണ്ണ തേച്ചോ അതിന്റെ തുരുമ്പൊക്കെ മാറ്റി ചെന്ന് കൊള്ളുന്നിടം മുറിയണം.
ചെന്ന് കൊണ്ടാൽ അവന് വേദനിക്കണം. ഈ ലക്ഷ്യത്തോടെ ശത്രു അയക്കുന്ന അമ്പ്. ഇനി ഒന്നുണ്ട് സാധാ അമ്പ്. സാധാ അമ്പെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യാസൂത്രം യോനാഥാൻ തേനിൽ നിന്ന് എടുത്ത് കുടിച്ചത് ഏതിലാണ്? സാധാ അമ്പ്. അത് ചെന്ന് വീഴുന്ന തേൻ എന്ത് ചെയ്യണം? കിട്ടണം. അത്രേ ലക്ഷ്യമുള്ളൂ. രണ്ട്, ദാവീദിനെ ഒളിപ്പിക്കുമ്പോഴും വലിയ കണ്ണെടുത്ത് അമ്പ് അപ്പുറം എന്ന് പറഞ്ഞ് ഇപ്പുറം എന്ന് പറഞ്ഞാൽ അത് സാധാ അമ്പ്. അത് ആർക്കും ദോഷം വരില്ല. പക്ഷെ ഈ അമ്പും യുദ്ധവും എവിടെയാണ് നടക്കണമെന്ന് ചോദിച്ചാൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഇത് വായിച്ച്. നോക്കണമേ, ശരിക്കും അല്യാസ്വദ്രം ഇത് വയ്ക്കുന്ന നമ്മൾ താമസിക്കുന്ന വസ്തുവിൽ വരുമ്പോൾ എന്ത് പറ്റുമെന്നോ? വീട്ടിൽ നമുക്ക് കിടക്കാൻ പറ്റാത്ത അനുഭവം വരും. ഒന്നുകൂടെ വായിച്ചത് സിസ്റ്റർ. കാട്ടിലെ മൃഗങ്ങൾ, അതായത് മനുഷ്യരോട് ഇണങ്ങാത്ത മൃഗങ്ങൾ, മനുഷ്യരോട് ഇണങ്ങാത്ത സ്വഭാവമുള്ള മനുഷ്യർ, ആകാശത്തിലെ പക്ഷികളോട്, ദൈവമക്കളുടെ നന്മകളെ അടിച്ചു മാറ്റിക്കൊണ്ട് പറന്നു പോകാൻ കാത്തിരിക്കുന്ന പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ദൈവം ചെയ്യണം. അടുത്ത് ഇത് ചെയ്തതിന് ശേഷമാണ് ഇത് ഓടിക്കുന്നത്. ദൈവം നിയമം ചെയ്താലേ ഇത് ഓടിച്ചിട്ട് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പ്രയോജനം ഇല്ല. പലപ്പോഴും ദൈവം പറയും, ഞാൻ ഒരു പുതിയ നിയമം ചെയ്യും. എന്താണ് പുതിയ നിയമം? എന്താണ്? അവരുടെ കല്ലായ ഹൃദയത്തെ മാറ്റിയിട്ട് മാംസളമായ ഹൃദയം വെച്ചുപിടിപ്പിച്ചിട്ട് എന്റെ കൽപ്പനകൾ അവരുടെ ഹൃദയത്തിനകത്ത് ഞാൻ എഴുതി കൊടുക്കും. ഇനി ആരും ദൈവത്തെ അറിയുക എന്ന് പറയില്ല, സദാ ജനവും ദൈവത്തെ അറിയും. അങ്ങനെ ഒരു നിയമം നമ്മുടെ വീട്ടിനകത്തുണ്ടാവണം. ഇത് ഒടിയണമെങ്കിലേ, മനസ്സിലായില്ലേ? വീട്ടിലുള്ള എല്ലാവരും ആരെ അറിയണം? ദൈവത്തെ അറിയണം. ദൈവത്തിന്റെ നിയമങ്ങളിലാകണം. ഞാൻ ഇതിന് ഉദാഹരണമായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബിലയാം ബാലാക്ക് പറയുകയാണ്, ഇസ്രായേൽ മക്കള് കാള പുല്ല് നക്കുന്നത് പോലെ നമ്മളെ നക്കിക്കളയും. അതുകൊണ്ട് നീ വന്ന് അവരെ എന്ത് ചെയ്യണം? ശപിക്കണം. അവരെ യുദ്ധം ചെയ്ത് തോപ്പിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ എങ്കിലും ഒരു ശാപത്തിൽ കൂടെ കാര്യം പറ്റുമെങ്കിൽ പറ്റട്ടെന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ബിലയാമിന്റെ 1-ാമത്തെ ദർശനം, ശിലാഗ്രഹങ്ങളുടെ അറ്റത്ത് ഞാൻ അവരെ കാണുന്നു. ഈ ജനം ശപിക്കപ്പെടേണ്ട ജനമല്ല, ഈ ജനം അനുഗ്രഹിക്കപ്പെടേണ്ട ജനമാണ്. ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കേണ്ട ജനമാണ്. അവരെവിടെ ഇരിക്കുന്നു? ശിലാഗ്രഹങ്ങളിൽ, പാറയുടെ അറ്റത്താണ് അവരുടെ വാസം. ക്രിസ്തു എന്ന പാറയുടെ അറ്റത്ത് അവർ പാർക്കുന്നു. ഗിരികളിൽ ഞാൻ അവരെ, പർവ്വതങ്ങളുടെ മുകളിലാണ് അവരെ വാസം. നീ നോക്കുമ്പോൾ അവര് താഴെ പരപ്പിൽ പരന്നു കിടക്കണം നിനക്കുമെന്ന്. പക്ഷേ അവരവിടെയല്ല കിടക്കുന്നത്. അവർ കിടക്കുന്ന ബാലാക്കെ, അവർ കിടക്കുന്നത് ക്രിസ്തു ആകുന്ന പാറയിലാണ്.
ഗിരികളിൽ അവർ കിടക്കുന്നത്. ആ കിടക്കുന്നത് കൊണ്ട് അവർ തനിച്ച് പാർക്കുകയാണ്. ജാതികളുടെ കൂട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നില്ല. ആരെ വേണമെങ്കിലും എനിക്ക് ശപിക്കാൻ കഴിയും, ആരെ വേണമെങ്കിലും എന്റെ ശാപത്താൽ തകർക്കാൻ കഴിയും. പക്ഷെ ഈ തനിച്ചു പാർക്കുന്ന ഈ ജനത്തിന് നേരെ എനിക്ക് ശപിക്കാൻ കഴിയില്ല മാലാഖായി. കാരണം അവർക്ക് പ്രത്യേക ഒരു പ്രമാണമുണ്ട്, അവർക്ക് പ്രത്യേകമായ ഒരു സംരക്ഷകനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളും ആ സംരക്ഷകനെ തേടിക്കൊള്ളണം. മറ്റ് ഏത് ജാതിയെ വേണമെങ്കിലും എനിക്ക് ശമിക്കാൻ കഴിയും. ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം എന്റെ നാവിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ജനത്തെ ശമിക്കാൻ കഴിയില്ല. അവർ തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം ജനമാ. ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല, എണ്ണപ്പെടുന്നില്ല. ജാതികളുടെ ഒരു കാര്യം അവരെ വീട്ടിനകത്തില്ല. ജാതികൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും അവർ പങ്കെടുക്കുന്നില്ല. അവർ വ്യത്യസ്തമായിട്ട് താമസിക്കും. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ കഴിയില്ല മാലാഖേ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത രണ്ടാമത് മാലാഖിനെ വീണ്ടും ഒരു മലയിൽ കൊണ്ടുപോയി, പെരോർ മല. അവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, 7 കാളകളെയും 7 ആടിനെയൊക്കെ നടത്തിയിട്ട് കണ്ട് വിളിച്ചോണ്ട് വന്ന്, നീ ഇനിയെങ്കിലും ശപിക്കണം, ഇനിയെങ്കിലും നീ ശപിക്കണം. 23:21 വായിച്ചേ. നോക്കണമേ, ആ യാക്കോബിന്റെ വീട്ടിൽ എന്തുകല്ല, നമ്മളെ വീടുകളിൽ അതേ ഉള്ളൂ. അതുകൊണ്ട് ആര് ശപിച്ചാലും എന്ത് ചെയ്യും, ശാപം. നമ്മളെ വീട്ടിൽ അതേ ഉള്ളൂ, തിന്മയേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബിൽ തിന്മ കാണാനില്ല. ഈ തിന്മയില്ലാത്തത് കൊണ്ട് ഇവർക്ക് എന്തില്ല, കഷ്ടത ദർശിപ്പാനും. ഒരു സമയത്ത് ഇസ്രായേൽ മക്കളുടെ കഷ്ടത കണ്ടു ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ കർത്താവ്, യഹോവയായ ദൈവം ഇപ്പം പറയണത് വേണ്ട, അവരുടെ കൂടാരത്തിൽ എന്തില്ല, കഷ്ടത ദർശിപ്പാനില്ല എന്ന്. നേരത്തെ അവർ ജാതികളുടെ കൂട്ടത്താണ് കിടന്നത്. മിസ്രയീം എന്ന ജാതികളുടെ കൂട്ടത്തിൽ കിടന്നത് കൊണ്ട് അവർക്ക് കഷ്ടത. മിസ്രയീമിലെ എല്ലാ ഉത്സവത്തിനും അവിടത്തെ നടക്കുന്ന എല്ലാ പരിപാടിക്കും ആരുണ്ട്, ഇസ്രായേൽ മക്കളുണ്ട്. അത് കണ്ട അവർക്ക് കഷ്ടത. ഇപ്പോൾ അവർ തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം ജനമാ. അവർ തനിച്ചു പാർക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങളിപ്പോ 4-5 പേര്, എവിടെ നിന്ന് തിന്മ വരും? തിന്മ വരണമെങ്കിൽ ഞങ്ങളെ ഈ 5 പേരുടെ ഇടയിൽ വേറൊരാള് കടന്നു വരണം. നിങ്ങൾക്ക് മനസ്സിലായ? വെളിയിലുള്ള ഒരാള് കടന്നു വരണം. കടന്നു വന്നിട്ട് 2 ദിവസം കടന്നു വരും. കടന്നു വന്നിട്ട് ചോദിക്കും, നിങ്ങളെ മോൻ ഇങ്ങനെ കാണല്ലേ, അങ്ങനെ നിങ്ങൾ വിട്ടുകൊടുക്കുകയൊന്നും ചെയ്യരുത്. അവനെ കുറിച്ചുള്ള കുറ്റം ആരടുത്ത് പറയും? എന്നെ അടുത്ത് പറയും. അങ്ങോട്ട് മാറിയിട്ട് അപ്പുറത്ത് ചെന്നിട്ട് എന്നെ മോനോട് പറയും, നിന്റെ പപ്പ ഒരു 6 പിശുക്ക തന്നെ ഇടായി, ഇയാൾ ഇത് ആക്ക് വേണ്ടി ഉണ്ടാക്കണത്. ഞങ്ങളെ തമ്മിൽ നിങ്ങൾ മനസ്സിലായ? അടുത്ത അമ്മാവിയെയും മരുവാളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. അത് മറ്റൊരാൾ നമ്മുടെ വീട്ടിൽ കടന്നു വന്നുണ്ട്, ഒരു ജാതിയെ വ്യക്തി കടന്നു വന്നതുകൊണ്ട്. അതേസമയം നമ്മളെ 5 പേരും മാത്രമാണെങ്കിൽ ഈ അഭിപ്രായം നടക്കുമോ? എടാ, മിസ്രൈമിൽ കിടന്നപ്പോ ഇതുണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? കഷ്ടത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരുടെ ജീവിതത്തിൽ എന്തില്ല?
കഷ്ടതയില്ല. കാരണം അവർ ജാതികളോടൊത്ത് ഇടകലർന്നല്ല അവർ ജീവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇടകലരുത്. ഇടകലർന്നാൽ തിന്മ വിട്ട്, വീട്ടിലെ തിന്മ വിട്ട്, ഞാൻ പറയാം അവരോടൊന്നും സഹകരിക്കരുതെന്നൊന്നല്ല ഞാൻ പറയണത്. കണ്ടു ഒരു ചിരി, സുഖം തന്നെ അടിയെ, ബാക്കി ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുപോടാ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കഷ്ടതയില്ല, തിന്മയില്ല. അതുകൊണ്ട് അടുത്ത് കണ്ടാ, അവരുടെ ദൈവമായ യഹോവ അവരെ കൂടെ ഇരിക്കണമെന്ന്. എടാ, എനിക്ക് അങ്ങോട്ട് കയറി പോയാൽ ബാലൊക്കെ ഞാൻ ശപിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാലേ ദൈവം അവിടെ ഇരിക്കുകയാണ്. അവന്റെ കയ്യിൽ നിന്നുള്ള ശിക്ഷ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അവരെ അനുഗ്രഹിക്കാനേ പറ്റൂ, ശപിക്കാൻ പറ്റൂല. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ ദൈവം അവരോടുകൂടെ ഇരിക്കുന്നു. അവരെ വീട്ടിൽ എന്തുണ്ട്? നീ ഉദ്ദേശിക്കുന്ന കോലാഹലം, അടിയുടെയും വഴക്കിന്റെയും ചണ്ടയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദം പറയുന്ന സൗണ്ട് അല്ല അവിടെ കേൾക്കുന്നത്. രാജകോലാഹലം, രാജാവിനോടുകൂടെയുള്ള ഉല്ലാസം, രാജാവിനോടുകൂടെയുള്ള സന്തോഷം അവിടെ കേൾക്കുകയാണ്. അതിനിടയിലേക്ക് ഞാൻ കയറിപ്പോയി ശപിക്കാൻ പോയാൽ നടക്കുമോ? ബാലാക്കെ, നീ എന്നെ നീ കുറെ നന്മകളൊക്കെ തരാന്ന് പറഞ്ഞു, ശരിയാ. നീ എന്നെ മാനിക്കാന്ന് പറഞ്ഞു, ശരിയാ. പക്ഷെ ആ മാനിക്കുന്ന സാധനം മാറ്റോണ്ട് ഞാൻ പോകുമ്പോ എനിക്ക് വീട്ടിലെത്തായി അല്ലെ, മാനിച്ച കിട്ടിയ സാധനങ്ങളൊക്കെ ആരുപയോഗിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. രാജകോലാഹലം അവരുടെ ഇടയിലുണ്ട്. അടുത്ത അവരാക്കും വഴിപ്പെടുക. നീ കണ്ടത് കാളയെന്നല്ലേ? കാളയല്ല അവര് ദാസന്മാരല്ല, അവരടിമയല്ല, അവര് കാട്ടുപോത്ത. ആർക്കും അവരെന്ത് ചെയ്ത് കൊടുക്കൂല, വഴിപ്പെട്ടു കൊടുക്കൂല. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്. വീണ്ടും ബാലാക്ക് ഇതിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ആനയ്ക്കും ആനയ്ക്ക് സ്വർണം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിസ്കാ കൊടുമുടിയിൽ കൊണ്ടുപോയി. 4 സ്ഥലത്ത് കൊണ്ടുപോയി ചേട്ടാ. ഗിസ്കാ കൊടുമുടിയിൽ ഗിസ്കാ കൊടുമുടിയിൽ ആരൊക്കെ കയറിയിട്ടുണ്ട്? ഇപ്പം ബിലയാൻ കയറി. ഇനി ആര് കയറി? മോശ കയറി. മോശ എന്തിനു കയറി? ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം കാണാൻ. ഇവ എന്തിനു കയറിയത്? ദൈവമക്കളെ ശപിക്കാൻ. മനസ്സിലായ? അപ്പൊ നമ്മളെ ഇടയിൽ തന്നെ ഉണ്ട് പാസ്റ്റർമാരും വിശ്വാസികളും ഉണ്ട്, തമ്മിൽ ശപിക്കണവരും കൊമ്പ് കോർക്കണവരും ഇപ്പൊ നന്നാവരുതെന്ന് ചിന്തിക്കുന്നവരും. ഇവിടെ മോശ കയറിയ പർവ്വതത്തിൽ തന്നെ ആര് കയറി? ബിലയാമും കയറിയെന്ന. മോശ കയറിയത് വാഗ്ദത്തം കാണാൻ, ബിലയാം കയറിയത് ദൈവമക്കളെ ശപിക്കാൻ. പക്ഷേ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിലുണ്ടല്ല, ഒരു ശാപവും നിന്നെ തൊടൂല. അത് ഉറപ്പാ. ഞാൻ വെല്ലുവിളിച്ച് പലരോടും പറയാറുണ്ട്, നീ ഒന്ന് എന്നെ ശപിക്ക, അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് മന്ത്രവാദം ചെയ്ത് എന്നെ വന്ന് മറികടത്താം, നമുക്ക് നോക്കാം. ആ തൻ്റെ ഇട ഇന്നുകൊണ്ട് നീ ശപിക്കുകയോ നീ മന്ത്രവാദം ചെയ്തോ എന്നെ മറികടത്തുകയോ ചെയ്യും. അത് നിന്റെ വീട്ടിൽ വന്നില്ല എങ്കിൽ ഈ ബൈബിള് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഉറപ്പ് ഇന്നുമുണ്ട്.
അത് എൻ്റെ മനസ്സിന്റെ ബലം ഉള്ളിടത്തോളം കാലം, ദൈവവചനത്തിന്റെ ശക്തി എന്താണെന്ന് ഞാൻ രുചിച്ചറിയണമെന്നിടത്തോളം കാലം, അന്യന്റെ ഒരു നന്മയും എൻ്റെ കയ്യിൽ വരാത്തിടത്തോളം കാലം, ഞാൻ ഒരുത്തൻ്റെ ഒന്നും പിടിച്ചു പറിക്കാത്തിടത്തോളം കാലം എനിക്ക് ആ ഉറപ്പുണ്ട്. ഇസ്കാം കൊടുമുറിയിൽ കയറിയിട്ട് ഇറങ്ങി വന്ന ബിലയാം പറയാണ് 24:5, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ നോക്ക എഴുതിയിരിക്കുന്നത്, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, എത്ര മനോഹരം നിന്റെ നിവാസങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന. അതിന് കാരണം എന്താണെന്നറിയാമോ? ഈ കൂടാരത്തിൽ അടിസ്ഥാനമായിട്ടിരിക്കുന്ന ആരെന്നറിയാമോ? എബ്രായ ലേഖനം 11:8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പൊ ആരാണ് ഈ കൂടാരം പണിതിരിക്കുന്നത്? ദൈവം ശില്പിയായി പണിതത്, പിതാവിന്റെ മുമ്പിൽ പ്രമോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം കർത്താവ് പണിതത്. അത് നമുക്ക് പണിയാൻ കഴിയുമോ? ഇല്ലെന്നാ, കഴിയും, സത്യമായിട്ടും കഴിയും. അതാ മത്തായി സുവിശേഷം 7:24 നീ വായിര്. അല്ല, അതിന് 24 വായിച്ച, എന്റെ വചനങ്ങളെ കേട്ട് കണ്ടാ, വചനം കേൾക്കണം, വചനം കേൾക്കണം. ഒരു വീടിന് നമ്മൾ കുറ്റി വെച്ചു, ഫ്രണ്ട് സിറ്റ് ഔട്ട്, പുറയ്ക്ക് കുറ്റി വെച്ചു, കൊണ്ടടിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കും? സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ ഹാള്, എങ്ങനെ പ്രാർത്ഥിക്കും? ഹാള് കഴിഞ്ഞാൽ കിടപ്പ് മുറി, അപ്പുറത്ത് മക്കളെ മുറി, എങ്ങനെ പ്രാർത്ഥിക്കും? അടുക്കള എങ്ങനെ പ്രാർത്ഥിക്കും? കൂടാരം പണിയാണ്, അടുക്കളക്കകത്ത് പ്രാർത്ഥിക്കണം. ആ കുറ്റിയടിച്ച് വെക്കുമ്പോൾ ഇത് അടുക്കളയല്ലേ, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അടുക്കളക്കകത്ത് പാചകം ചെയ്യുന്ന എല്ലാം ശക്തിമാന്മാരുടെ ആകാരമായിരിക്കണം. സങ്കീർത്തനം 28-25. ശക്തിമാൻ, ഇവിടെ നിന്ന് ആഹാരം പാചകം ചെയ്ത് ഭക്ഷിക്കുന്ന ഒരു വ്യക്തി ബലഹീനനാകരുത്. കൂടാരമാ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം. ഹാളിൽ എന്തുണ്ട്? അഭിഷേകം നടക്കണം. കർത്താവേ, എന്റെ മകൻ എത്ര കളിക്കൂട്ടുകാരത്തിരുന്നാലും വീട്ടിനകത്ത് വന്നു കയറുമ്പോൾ അവൻ അഭിഷേകത്തിലുള്ളവനായി നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് വെളിപ്പെട്ട് അവൻ അന്യായ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച് എന്റെ മകൻ ഈ ഹാളിനകത്ത് കയറുമ്പോൾ ഒരു അഭിഷേകമുള്ള വ്യക്തിയായി മാറാൻ കിടപ്പുമുറി എങ്ങനെ പ്രാർത്ഥിക്കും? ആല്യാസ്തോത്രം. കർത്താവേ, ആല്യ കനാൽ ദേശം മുഴുവനും ഇസ്രായേലിലെ ക്ഷാമം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ആല്യ ഇസഹാക്കിന്റെയും റിബേക്കയുടെയും മുറി എന്തുണ്ടായിരുന്നു? വിനോദിച്ചുകൊണ്ടിരുന്നു. എത്ര കടങ്ങളും ദേശത്ത് എന്ത് പ്രതികൂലം വന്നിരുന്നാലും എന്റെ മക്കൾ കിടക്കുന്ന ബെഡ്റൂമിനകത്തുള്ള കളി മാറരുത്, ചിരി മാറരുത്, വിനോദം മാറരുത്. അതിനായിട്ട് ഈ മുറിയെ അനുഗ്രഹിക്കണം. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചിട്ട് കുറ്റിവൈ പിടികിട്ടിയ
ഹല്ലേലൂയ സ്തോത്രം. മക്കൾ കിടക്കുന്ന മുറി, അതിനകത്ത് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും മുറിയായിരിക്കണം. സദൃശ്യവാക്യം 24:11 അവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. ആ മുറിയിൽ എന്തുണ്ടാകണം? ജ്ഞാനമുണ്ടാകണം, പരിജ്ഞാനമുണ്ടാകണം. അങ്ങനെ സൗരഭ്യവാസനയാകുന്ന മുറിയായി മാറണം. ഇങ്ങനെ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ഭവനം പണി. അല്ലാതെ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അപ്പോസ്തലന്മാരാലും എല്ലാവരും കൂടെ വെച്ച അടിസ്ഥാനമിട്ട കല്ല് ഇതായിരിക്കണം. അടിസ്ഥാനമിടുന്ന കല്ല് പാസയ്ക്കും തൂക്കിയെടുക്കാൻ വയ്യ, കൂടെ നിൽക്കണവനും വയ്യ. അതുകൊണ്ട് ഒരു തുണ്ട് കല്ലെടുത്ത് വെച്ച് എന്ത് ചെയ്യും? അങ്ങനെയല്ലേ? ഒരു ചെറിയ കല്ലെടുത്ത് വെച്ച് പാടുണ്ടാ? അടിസ്ഥാന കല്ല് 2ക്ക് 2 മാനം വെട്ടണമെങ്കിൽ ആ 2ക്ക് 2 കല്ല് നിറഞ്ഞു നിൽക്കണം. അതിന്റെ മീതെ വയ്ക്കണം മറ്റു കല്ലുകൾ, അല്ലാതെ ഉടയുന്ന കല്ലല്ല. എടാ, ദൈവ വചനത്തിൽ അടിസ്ഥാനം വൈ. മൂലക്കല്ല് ഉടയാൻ പാടുണ്ടോ? മൂലക്കല്ലിൽ വേറെ കല്ല് വന്ന് വീഴുന്നാൽ ഉടയും. അതേസമയം മൂലക്കല്ല് വേറൊരു കല്ലിൽ ചെന്ന് വീഴുന്നാൽ ഉടയും. മൂലക്കല്ലാര്? ക്രിസ്തു. അതിന് ഉടയാൻ പാടുണ്ട. ഇങ്ങനെ പ്രാർത്ഥിച്ച അടിസ്ഥാനമിടുന്ന വീട് അലയില്ല. എത്ര മഴ വരട്ടെ, എത്ര വെയിൽ വരട്ടെ. ഇവിടെ പറയണ വേണ്ട, യാക്കോബേ നിന്റെ കൂടാരം. കാരണം ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. എന്നിട്ട് നിന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്നെ മടക്കി വരുത്താൻ, നിനക്ക് സകല നന്മയായി ചെയ്യാൻ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഈ അടിസ്ഥാനത്തിലാ പണിതിരിക്കുന്നത്. അത് കണ്ട ആ വീട് എന്തുണ്ട്? മനോഹരം. അതിനകത്ത് കയറി എനിക്ക് തിന്മ കാണിക്കാൻ പറ്റില്ല മാലാക്കെ. അതിനകത്ത് കയറി എനിക്ക് ഒരു തിന്മയും ചെയ്യാൻ പറ്റില്ല. അടുത്ത് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം. എന്താണ് അടുത്ത് പറയുന്നത്? കൂടാരങ്ങൾ എത്ര നിവാസം, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. സംഖ്യാപുസ്തകം തന്നെ 24:21 ആയിരം. നിന്റെ നിവാസം ഉറപ്പുള്ളതെന്ന് എവിടെ വെച്ചിരിക്കുന്ന? നമ്മളെ വീട്ടിലുള്ള എല്ലാവരും പറയി തന്നെ വെച്ചിട്ടുണ്ട്. ആശ്രയം മുഴുവനും. നിന്റെ നിവാസം ഉറപ്പുള്ളതാകണമെങ്കിൽ ആ വീട്ടിനകത്തുള്ളവർ മുഴുവനും ആശ്രയം പാറയിലായിരിക്കണം. മനസ്സിലായ? ആശ്രയം പാറയിലായിരിക്കണം. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 37:27 ആയിരം. ആ നിവാസത്തില് അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ഇതിനകത്ത് കയറി ഒരു ശത്രുവിന് തൊടാൻ കഴിയുമോ? ഒരു ശാപം നമുക്ക് നേരെ തൊടുത്തു വിടാൻ കഴിയുമോ? വീടിന് വേണ്ടി ഇതിനൊക്കെ പ്രാർത്ഥിക്കണം കേട്ടാ. വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഇതൊക്കെ കണ്ടെടുക്കണം. വചനങ്ങളെ യിരെമ്യാവ് പറഞ്ഞതുപോലെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചെടുത്തിട്ട് വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഇതൊക്കെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വില്ലൊടിച്ച ദൈവം കുന്തം മുറിച്ചവൻ. കുന്തത്തെ മുറിച്ചു. മീക പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-3 വാക്യം വായിച്ചോ. കുന്തത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകാം. അപ്പൊ ഹല്ലേലൂയ സ്തോത്രം. യെരൂശലേമും സിയോൻ എന്ന് പറയുന്നത് ഒരു സ്ഥലം തന്നെയാണ്.
ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഉപദേശവും വചനവും, അല്ലാതെ കളി തമാശയല്ല. ഉപദേശം പുറപ്പെടണം, വചനം പുറപ്പെടണം. അങ്ങനെ പുറപ്പെടുമ്പോൾ അടുത്ത കാര്യം കണ്ടാ, ഉപദേശമുള്ള വചനമുള്ള ദൈവ മക്കളുടെ ഇടയിൽ ദൈവം ന്യായാധിപനായിട്ട് ഇറങ്ങി വരും. ദൈവം ന്യായാധിപനായിട്ട് ഇറങ്ങി വരും. ഒന്ന് വചനം വേണം, രണ്ട് ഉപദേശം വേണം. ചുമ്മാ ബൈബിളും എടുത്തുകൊണ്ട് ഹാലലുയ പോയിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാ കിടന്നുകൊണ്ട് ഹാലസ്വത്രം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരുടെയും പ്രാർത്ഥനകളും ആരാധനകളും ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങുന്ന പ്രാർത്ഥനകളും ആരാധനകളുമായി മാറുന്നു. സോദോമിനെ നശിപ്പിക്കാൻ ദൈവം തിരിഞ്ഞത് അവരെ പാപം കൊണ്ടല്ല, പിന്നെ അവരെ എല്ലാ പാപവും ചെയ്തിട്ട് ദൈവസന്നിധിയിൽ ഒരു ഒറ്റ പ്രാർത്ഥന, അവരുടെ നിലവിളി പോലെ ജീവിതമുണ്ടോ എന്ന്, പ്രാർത്ഥന പോലെ ജീവിതമുണ്ടോ എന്ന്. പ്രാർത്ഥിച്ചിട്ട് ജീവിതം ഇല്ലെങ്കിൽ ഉയരേന്ന് തീ വരും, തീ. അതുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിച്ചോളാം, തീ വരുമോ ദൈവാത്മാവ് വരുമോ എന്ന്. ഞാനിപ്പോൾ അബ്രഹാമിനോട് പറയുന്നു, ഞാൻ പോയി അവരുടെ നിലവിളി പോലെ ജീവിതമുണ്ടോ എന്ന് ഞാൻ നോക്കാൻ പോകുന്നു. അല്ലാതെ അവരെ പാവം ചെയ്തോ നീയൊക്കെ നശിക്കും. അല്ലാതെ എന്ത് ദൈവത്തിന് അവിടെ സ്വസ്ഥത കൊടുക്കണില്ല. ചുമ്മാ നിലവിളി, ദൈവമേ 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 ദൈവമേ. എന്നാ ജീവിതം ഉണ്ടാ? അതില്ല. അവരുടെ നിലവിളി പോലെ ജീവിതമുണ്ടോ എന്ന് ഞാൻ പോയി നോക്കാൻ പോണ്. ഈ ദിവസം നോക്കുകയാണ്. കിട്ടിയ 18, 17, 19 എത്രയാണ്? അങ്ങ് 19 നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ 21 വാക്യം വായിച്ചേ. അപ്പൊ എന്തിനാണ് സോദോമിൽ വന്നത്? പ്രാർത്ഥന പോലെ ജീവിതം ഉണ്ടോ എന്ന് ഒന്ന് നോക്കി അറിയാമെന്നപ്പോ തീ ഇറക്കേണ്ടി വന്നു. പല വീടുകളിൽ ഇതാണ് സംഭവം. രാവിലെ എണീക്കില്ല, ഒരു ചായ ഇട്ട് കൊടുക്കൂല ഭർത്താക്കന്മാർക്ക്, വീട്ടിലുള്ള സഹോദരങ്ങൾക്ക് ഇട്ട് കൊടുക്കൂല. എന്നിട്ട് മുറി കയറിയിരുന്ന കൊണ്ട് എന്താണ് പ്രവൃത്തിയില്ലാത്ത ജീവിതം ചത്തത്. ആദ്യം നീ പ്രവൃത്തിയിൽ കാണീര്, എന്നിട്ട് കയറിയിരുന്ന് പ്രാർത്ഥീര്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം നിങ്ങളുടെ നടുവിൽ ആരുണ്ടെന്നാണ് നമ്മൾ വായിച്ചില്ല. അവരുടെ നടുവിൽ ഞാനുണ്ട്. അവർക്ക് ഞാൻ ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും. 37:27 എന്റെ നിവാസം അവരോട് കൂടെ ഉണ്ടാകും. ജാതികൾ അറിയണം. ഒരു ദൈവ പൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ ജാതി അറിയണം ഇതാ ഒരു ദൈവ പൈതലുണ്ടെന്ന്. അല്ലാതെ നമ്മളെ ഇട്ട് കൊഞ്ഞണം കുത്തുന്ന ആവരുത്. ജാതി അറിയണം ഇത് ദൈവ പൈതലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിന് മീക പറയുന്നു, കുന്തങ്ങളെ ഞാൻ എന്താക്കും? മീക പ്രവാചകന്റെ പുസ്തകത്തിലെടുത്തേ.
ഇത് നിങ്ങൾ ഇതിനെ കൊഴുക്കളും വാക്കത്തിയും ഒന്ന് വായിച്ചിട്ടുള്ളവർ പറ. വയലുണ്ടായിരുന്ന എത്ര പേർക്കുണ്ട് ഇതിനകത്ത്? ഇല്ല, ആക്കുമില്ലേ? വയലുണ്ടാ? ആക്കുമില്ലേ വയലുണ്ടായിരുന്നത്? നിങ്ങളൊന്നും കൃഷിക്കാരല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം കാരണം വചനം പറയുന്നു, കൃഷിക്കാരനായ രാജാവ് ദേശത്തിന് നല്ലത്. അല്പഭൂമിയാണുള്ളതെങ്കിൽ അല്പം വേണ്ട വിത്തും വല്ല ഇത് കത്തരിയത്തും ഒക്കെ ഇട്ട് എന്ത് ചെയ്യണം? കൃഷി ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോ കൊഴുക്കള എന്ന് പറയുന്നത് കലപ്പയിൽ വെക്കുന്ന ഇതാ, ഇരുമ്പ് കഷ്ണം. നിലം ഉഴുതിട്ട് കട്ടയെ അടിച്ച് ഡാലമാക്കാൻ, അത് നിരപ്പാക്കാൻ വേണ്ടി കലപ്പ പൊട്ടിക്കും നെല്ല് കൃഷി ചെയ്യണതിന് മുമ്പേ. അപ്പൊ 2 വശത്തെ കാളയെ കെട്ടിയിട്ട് ഞാൻ എന്നിട്ട് ഒരു കലപ്പ. ഇവിടെ ഞങ്ങൾ കയറി അങ്ങിരിക്കും. കൊച്ചിലെ കാള എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പോത്ത് വലിച്ചു ചെയ്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം. നമ്മളെ വെയിറ്റ് 2-3 പേര് എന്ത് ചെയ്യും? ഇവിടെ കയറി ഇരിക്കും. വെയിറ്റ് കൊണ്ട് ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ല നിരപ്പാകും. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു? ഇവിടെ അവന്റെ വാളുകളെ ഇനി ഒരിക്കലും ദൈവമക്കൾക്ക് നേരെ പ്രയോഗിക്കാതെ കൃഷിക്ക് പ്രയോജനമുള്ള ഒരു ആയുധമാക്കി ദൈവം മാറ്റും. അടുത്ത വാക്കത്തി അല്ല, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നെല്ല് കൊയ്യാൻ വേണ്ടി ഞാൻ വാക്കത്തി എറിഞ്ഞെന്ന്. കുന്തങ്ങളെ എന്താക്കുന്നു? വാക്കത്തിയാക്കുന്നു, വാളിനെ കൊഴുക്കളാക്കുന്നു. അപ്പൊ ഇനി യുദ്ധം ചെയ്യുമോ ദൈവ മക്കൾക്ക് നേരെ? ചെയ്യോ? മനസ്സിലായ? കുന്തത്തെ ദൈവം ഒടുക്കിയ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം, ജാതികളുടെ അടുത്ത് വാളോങ്ങൂല. ഇവിടെ കർത്താവിന്റെ ഭരണം വരുമ്പോഴേ ഇവിടെ ഇപ്പോഴും ജാതിയോട് എതിർക്കുന്നു, രാജ്യത്തോട് എതിർക്കുന്നു. പക്ഷെ കർത്താവിന്റെ കാലഘട്ടത്തിൽ ഒന്നില്ല, ആരും തമ്മിൽ എതിർക്കില്ല. അടുത്ത്, അവർ യുദ്ധം അഭ്യസിപ്പിക്കുകയില്ല. എവിടെ പാർക്കും? താന്താന് വീട്ടിനകത്ത് തന്നെ ഒരു സഭയുണ്ടാവും. പിടികിട്ടിയ? വീട് തന്നെ ഒരു സഭയായി. ദൈവം യുദ്ധം നിർത്തലാക്കുമ്പോ ഇത് നമ്മളെ വീട്ടിനകത്ത് നടക്കും. ഇപ്പോഴും പ്രാർത്ഥനയ്ക്ക് മുമ്പേ ഒരധ്യായം വായിച്ചു, സങ്കീർത്തനം വായിച്ചും പാട്ട് പാടിയും പ്രാർത്ഥിക്കുന്ന എത്ര കുടുംബം? സത്യമായിട്ടും ഓക്കെ, യെസ്. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചു നടത്താം. ആരും അവരെ ഭയപ്പെടുത്തില്ലെന്ന്. ദൈവമക്കളെ ഭയപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. കാര്യം ദൈവം യുദ്ധത്തെ എന്ത് ചെയ്യുന്നു? നിർത്തലാക്കുന്നു. യുദ്ധത്തെ നിർത്തലാക്കുക മാത്രമല്ല, വില്ലിനെ ഒടിക്കുന്നു, കുന്തത്തെ മുറിക്കുന്നു, രഥത്തെ ചുട്ടുകളയുന്നു. ഒരു കാരണവശാലും ഹല്ലേലൂയ, സ്തോത്രം. ഇതെന്നു ചോദിച്ചാൽ കർത്താവ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 1:10 വായിച്ചോ? 2:16 വായിച്ചോ? കേട്ടാ, കർത്താവ് നമ്മളെ വീട്ടിനകത്ത് വന്നാൽ
നമ്മളെ വീട്ടിനകത്തൊരു നിയമം ചെയ്ത് യുദ്ധം നിർത്തലാക്കിയാൽ, ഒന്നുകൂടെ വായിച്ചോ. ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരാനായി യുദ്ധം നിർത്തലാക്കുന്നത്. സ്തോത്രം. ഇതിനുള്ള നല്ല പ്രവൃത്തിയാണ് നമ്മൾ സ്നാനപ്പെട്ടപ്പോ എന്ത് ചെയ്തത്? ദൈവം നമ്മൾ തുടങ്ങി വെച്ചു, അല്ലെ? ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനിക്കോളം ചെയ്യുമെന്ന് പറഞ്ഞ 1:4 ഒരു വാക്യമുണ്ട്. ഫിലിപ്പിയ 1:4, 2:16. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ യേശു ക്രിസ്തുവിന്റെ നാൾ വരെ അത് നിവർത്തിക്കാം. ഇനി 2:26 വരെ, 2:16. കണ്ടാ? അങ്ങനെ നമ്മുടെ വീടിനകത്ത് യുദ്ധം നിർത്തലാക്കണം. നിർത്തലാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ ഓടുന്ന അധ്വാനിച്ചതും വൃഥ ആയിപ്പോകും. ഞാൻ പറയാം, ഞാൻ വെള്ളിയാഴ്ച ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഹല്ലേലൂയ, സ്തോത്രം. മോശയും അഹരോനും കൂടെ പറഞ്ഞു, ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്, ദൈവം നിങ്ങളെ വിടുവിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജനം എന്ത് ചെയ്തില്ല? ചെവി കൊടുത്തില്ല. കാരണം അവർ മനോവ്യസനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ജീവിത ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഭാരം ഇരിക്കുമ്പോ ദൈവം വന്നെന്ന് പറഞ്ഞാൽ ആര് കേൾക്കാൻ? അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഭാരങ്ങൾ മാറണമെങ്കിൽ കർത്താവ് നമ്മുടെ വീട്ടിനകത്ത് വരണം. ഉദയ നക്ഷത്രം ഉദിക്കണം. ഇന്ന് പകൽക്കാലം ദൈവം ഇങ്ങനെ എല്ലാവരുടെ യുദ്ധങ്ങളെയും ദൈവം നിർത്തട്ടെ. ഹല്ലേലൂയ. ഒരു പുതു മനുഷ്യനായി നമുക്ക് മാറുവാൻ കഴിയട്ടെ. ദൈവം പറയുന്നു, ഞാൻ വില്ലൊടിക്കും. അവന്റെ കയ്യിൽ എത്ര അമ്പുണ്ടെങ്കിലും നിന്നെ തൊടാതെ വേണം, നിനക്ക് നേരെ എയ്യാതെ വേണം. അവന്റെ വില്ലിനെ ഞാൻ ഓടിക്കും. അത് മാത്രമല്ല, അത് കുന്തം ഞാൻ മുറിച്ചു കളയും. അവൻ സേഫ്റ്റി ആയിട്ട് നിന്ന് നിനക്ക് വിരോധമായി എയ്യുന്ന രഥമുണ്ടല്ലോ, ഞാൻ അതിനെ കത്തിച്ചു കളയും. അങ്ങനെ നിന്റെ ജീവിതത്തിലെ യുദ്ധം ഞാൻ നിർത്തലാക്കും. കർത്താവിന്റെ നാൾ വരെ നീ നിർഭയം വസിക്കണം. കർത്താവിന്റെ നാളിൽ ഹാല്യാസ്തോത്രം നീ എല്ലാം തികഞ്ഞ നീതിഫലമായി മാറണം. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. അതിനു വേണ്ടിയാ കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മൾ കർത്താവിന്റെ നീതിഫലമായി മാറണം. നിങ്ങൾക്കറിയാമോ, എങ്ങനെ മാറാൻ കഴിയുമെന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഫിലിപ്പിയ ലേഖനം തന്നെ 2:15 ഒന്ന് വായിച്ചേ, 14-15. കണ്ട, എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യും. അപ്പൊ ജ്യോതിസുകളെ പോലെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ജീവന്റെ വചനം അനുസരിക്കണം. അനുസരിച്ചാൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ.